വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റ് ഒരു മാസമാകുന്നതിന് മുമ്പേ തന്നെ സർക്കാരിലെ വകുപ്പുകൾ തമ്മിത്തല്ലാണ്. അതായത് എക്സൈസ് മന്ത്രിയെ അറിയിക്കാതെ ഈ മദ്യനയത്തിൽ നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എക്സൈസ് മന്ത്രി ലിജുവും അതോടൊപ്പം തന്നെ വി.ഡി. സതീശനും തമ്മിൽ കൊമ്പ് കോർത്തു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. കൂടാതെ ഇപ്പോൾ ADGP MR അജിത് കുമാറിന് നേരെ ഒരു വാളെടുക്കാനായിട്ട് അതായത് വാളോങ്ങാനായിട്ട് എക്സൈസ് മന്ത്രി ലിജു തയ്യാറായിരിക്കുകയാണ്. അതായത് ജനപ്രിയ മദ്യമായ ജവാൻ റമ്മിന്റെ ഉൽപാദനം തടസ്സപ്പെട്ട സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിക്കാണ് ഇപ്പോൾ എക്സൈസ് മന്ത്രി ലിജു തയ്യാറാവുന്നത്. ആവശ്യത്തിന് അസംസ്കൃത വസ്തുക്കളും സ്പിരിറ്റും ലഭ്യമായിട്ടും കേവലം കുപ്പികളുടെ ദൗർലഭ്യം കാരണം ഉൽപാദനം മുടങ്ങിയത് തികഞ്ഞ ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥതയാണെന്ന് മന്ത്രി ഇപ്പോൾ പറയുകയാണ്. പ്രശ്നം കൃത്യസമയത്ത് സർക്കാരിനെ അറിയിക്കാതെ മറച്ചുവെച്ച ഉദ്യോഗസ്ഥരുടെ നടപടി വരുമാന നഷ്ടമുണ്ടാക്കിയെന്നാണ് മന്ത്രി പറയുന്നത്. വെബ്കോ CMD MR അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ മേൽനോട്ട പിഴവാണ് ഈ പ്രതിസന്ധിക്ക് പിന്നിലെന്നാണ് എക്സൈസ് വകുപ്പിന്റെ കണ്ടെത്തൽ. അജിത് കുമാറിനെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് മന്ത്രി ലിജു മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഉടൻ റിപ്പോർട്ട് കൈമാറും. വിവാദ ഉദ്യോഗസ്ഥനായ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെ വെബ്കോയുടെ തലപ്പത്ത് വലിയൊരു അഴിച്ചുപണിക്ക് കളമൊരുങ്ങുകയാണ്. വിദേശ മദ്യ കമ്പനികളെ സഹായിക്കാനായി ഉദ്യോഗസ്ഥർ ബോധപൂർവം വരുത്തിവെച്ച വീഴ്ചയാണോ ഇതെന്ന് സർക്കാർ പരിശോധിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നികുതി വരുമാനമാണ് ഈ ഉൽപാദന സ്തംഭനം വഴി ഖജനാവിന് നഷ്ടമായത്. UDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ആസൂത്രിതമായ ഒരു നീക്കമായാണ് ഇതിനെ ഭരണപക്ഷം കാണുന്നത്. മുൻ എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ കാലത്ത് വലിയ തോതിൽ കൊട്ടി ആഘോഷിച്ച മിന്നൽ മാജിക് ബ്രാൻഡ് പദ്ധതിയുടെ കാര്യത്തിലും പുതിയ സർക്കാർ അനിശ്ചിതത്വം തുടരുകയാണ്. 17 കോടി രൂപ ചെലവഴിച്ച് യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടും പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടിലാണ് പുതിയ എക്സൈസ് മന്ത്രി. പദ്ധതി ഉപേക്ഷിക്കുമോ അതോ കാലതാമസം ഉണ്ടാകുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട വിവാദം മുന്നണിയിലും കോൺഗ്രസിലും വലിയ ഭിന്നത പൊയ്യുന്നുണ്ട്. നയപരമായ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് മന്ത്രി വ്യക്തമാക്കുമ്പോഴും ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സർക്കാർ മടിച്ചു നിൽക്കുകയാണ്. വീര്യം കൂടിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ മദ്യനയത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മന്ത്രി ലിജുവും മുഖ്യമന്ത്രി വി.ഡി. സതീശനും തമ്മിൽ മദ്യനയത്തിന്റെ കാര്യത്തിൽ ആശയപരമായ ഭിന്നത ഉണ്ട് എന്ന റിപ്പോർട്ടുകളാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. KC വേണുഗോപാൽ പക്ഷത്തിന്റെ ശക്തമായ പിന്തുണയുള്ള മന്ത്രി ലിജു ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ കർശന നിലപാട് സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മദ്യനയത്തെ എങ്ങനെ ബാധിക്കുമെന്നത് പ്രധാനമാണ്. പൊതുമേഖലാ സ്ഥാപനമായ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിലെ വീഴ്ചകൾ ഭരണപക്ഷത്തിന് മുന്നണിയിൽ പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന ജവാന്റെ ഉൽപാദനം അതായത് ജവാന്റെ ലഭ്യത ഉറപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ അത് സർക്കാരിനുണ്ടാകുന്ന വലിയൊരു നഷ്ടം തന്നെയാണ്. അത് സർക്കാരിന്റെ പിടിപ്പുകേടാണ്. അത് സർക്കാരിന്റെ വലിയ രീതിയിൽ പ്രതിപക്ഷ ആയുധമായി ഒരു പ്രചാരണ ആയുധമായി പ്രതിപക്ഷം അത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി അനിവാര്യമാണെന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. അജിത് കുമാറിനെതിരായ നടപടി കേവലം ഒരു ഉദ്യോഗസ്ഥനെ മാറ്റുന്നതിൽ മാത്രം ഒതുങ്ങുമോ അതോ വെബ്കോയുടെ ഘടനയിൽ തന്നെ മാറ്റം ഉണ്ടാകുമോ എന്നത് ഉറ്റുനോക്കുകയാണ്. അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിലപാട് കടുപ്പിച്ചാൽ അത് മുന്നണിയുടെ പ്രതിച്ഛായയ്ക്ക് ഗുണം ചെയ്തേക്കാം. അതേസമയം നടപടികൾ വൈകുന്നത് മന്ത്രിയുടെ തന്നെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ഇടയാകും. അടുത്ത ഘട്ടത്തിൽ എക്സൈസ് വകുപ്പിലെ സമഗ്രമായ അഴിച്ചുപണി നടക്കുമെന്ന് ഉറപ്പാണ്. മദ്യനയത്തിലെ അവ്യക്തതയും ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടും സർക്കാരിന് തലവേദനയായി മാറുമ്പോൾ കർശന നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് മന്ത്രി ലിജുവിന്റെ തീരുമാനം. വരും ദിവസങ്ങളിലെ മന്ത്രിസഭാ തീരുമാനങ്ങൾ സംസ്ഥാനത്തെ മദ്യവിതരണ മേഖലയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും.